Hi friends, welcome back to family lilpreetstories. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് ലില്ലിപ്പൂവിൻ്റെ മുട്ട ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ ലില്ലിപ്പൂ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തൊരു ജസ്റ്റ് ഒന്ന് ചാനലിൽ പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലില്ലി ഫ്ലവറിൻ്റെ ബഡ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടുനോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കമ്പി ടോപ്പ് പോർഷൻ ഇത്തിരി ബെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ വീട്ടിലുള്ള പഴയ വൈറ്റ് മുണ്ടുണ്ടാവുമല്ലോ, അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നീളനെ കട്ട് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചൊക്കെ വിടത്തിൽ നീളനെ കട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒരു ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന വൈറ്റ് മുണ്ടൊന്ന് ചുറ്റി കൊടുക്കുക. ഫുള്ളായിട്ടും ഇവിടെ മേലെ ചുറ്റി കൊടുക്കുക. അതിൽ സെൻട്രൽ പോർഷനിൽ കുറച്ച് കട്ടിക്ക് ചുറ്റിയെടുക്കുക. ആൻഡ് 2 എൻഡിൽ വരുമ്പോൾ അതിൽ കട്ടി കുറവിലായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഇത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇനി ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒന്നും കൂടി ഞാൻ ചുറ്റി കൊടുക്കാൻ പോവാണ്. സെൻട്രൽ പോർഷനിൽ കുറച്ച് കട്ടിക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻട്രൽ പോർഷനിൽ കുറച്ചും കൂടി ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് വീണ്ടും അടുത്തൊരു ഇതെടുത്തിട്ട് ജസ്റ്റ് സെൻട്രൽ പോർഷനിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അവസാനമാകുമ്പോൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് ഇതുപോലെ ഇത് രണ്ടും ചെയ്തെടുക്കുക. അപ്പോൾ അതായത് നമ്മൾ ഈ 3 ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 13 ഇതിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 13 സെൻറ്റിമീറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ടത് 13 നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇതും കൂടിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. കമ്പി കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കും. ഇനി നമ്മൾ അതിന് മുകളിൽ കവർ ചെയ്യുന്നത് ഈ പെറ്റൽ ഉണ്ടാക്കിയതിൻ്റെ ഫിനിഷ് പേപ്പർ യൂസ് ചെയ്തിട്ട് തന്നെയാണ്. ഇതാണ് ഒരു ഷീറ്റ്. ഇത്രയും ലെങ്ത്ത് ഉണ്ടാകും ഒരു ഷീറ്റ്. ഇതിന് 20 രൂപയാണ്. അപ്പോൾ നമുക്ക് ഷീറ്റ് ഒന്നും വേണ്ട. നേരത്തെ നമ്മൾ പെറ്റലിനെ വെട്ടി വെച്ചതിൻ്റെ ബാക്കി ഇരിക്കുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യാം. ഇവിടെ ഇത്തിരി കവർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് അത് കവറായി പോയിക്കോളും. നിങ്ങൾ ടോപ്പ് പോർഷനിൽ കുറച്ച് കയറ്റി വെക്കണം ഈ ഫിനിഷ് പേപ്പർ. എന്നിട്ട് ഒരു ഇതിൻ്റെ ഇതെടുക്കുക. എന്നിട്ട് എത്ര വിഡ്ത്ത് വേണമെന്ന് നോക്കുക. ഇവിടെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത്രയും അത് വെട്ടിയെടുക്കുക. ഞാനത് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്ത് ഞാൻ വെട്ടിക്കുന്നുണ്ട്. ഈ അളവിൽ തന്നെ വെച്ചിട്ട് ഞാൻ 2 കൂടി വെട്ടുന്നുണ്ട്. ജസ്റ്റ് കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുക്കുക. ഒന്ന് വലിച്ച് കൊടുക്കാം ഈ പേപ്പർ. നമ്മളിനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡും പ്രസ് ചെയ്തിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 ഇതും ചെയ്തെടുക്കുക. ഇതിൽ ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ മറ്റേ അടുത്ത അതിൻ്റെ വെച്ച് കൊടുക്കാം. ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ എക്സ്ട്രാ നിൽക്കണ ഈ പീസൊക്കെ നമ്മൾ വെട്ടി കളയണം. അതിനോടൊപ്പം ഇവിടെ ടോപ്പ് പോർഷൻ ഒന്ന് കവർ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുക്കാം ഓരോ സെൻറ്ററിലും. ടോപ്പ് പോർഷൻ ജസ്റ്റ് ഒന്ന് വെട്ടിട്ട് കൊടുത്തിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇത് 3 മുകളിലേക്ക് വെക്കണതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ടോപ്പ് പോർഷനിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഗ്രീൻ ടേപ്പാണ് ചുറ്റുന്നത്. അപ്പോൾ ഗ്രീൻ ടേപ്പ് ചുറ്റുന്നതിന് മുമ്പ് നമ്മൾ കമ്പി ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാ 3 കമ്പിയും കൂടിയിട്ടൊന്ന് വിരിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്രീൻ ടേപ്പ് ചുറ്റാണ്. അപ്പോൾ കുറച്ച് ടോപ്പ് പോർഷനിലേക്കായിട്ട് ഇതിൻ്റെ മുകളിൽ ഭാഗത്തേക്കായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം.
ഞാനിവിടെ ഗ്രീൻ ടേപ്പും ചുറ്റിയിട്ടുണ്ട്. ഫുള്ളായിട്ട് ചുറ്റിയിട്ടില്ല, കുറച്ച് ചുറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളൊരു ബഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അതിന് മുന്നേ ഞാൻ ലീഫ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ബഡിൻ്റെ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ചെയ്യാണ്ടതുമ്മ വർക്ക്. അപ്പോൾ ലീഫിൻ്റെ ഇതെന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടേക്ക് 4 സെൻറ്റിമീറ്ററും അടിയിലേക്ക് 15 സെൻറ്റിമീറ്റർ ആണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ പെറ്റൽസിനെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് ഡയഗണലായിട്ട് വരച്ച് കളിക്കണത്. 2 ഡബിൾ ഷെയ്ഡാണ്, ഇപ്പുറത്തെ ഡാർക്ക് ഗ്രീനും ഇവിടെ ലൈറ്റ് ഗ്രീനും ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ തിരിച്ചു വെക്കുക. നമ്മൾ ഈ പെറ്റൽസ് ചെയ്ത പോലെ തന്നെ വയറെടുക്കുക, ജസ്റ്റ് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നത് കമ്പി ഇപ്പോൾ എടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കമ്പി എടുക്കാൻ ശ്രദ്ധിക്കുക. അതിൻ്റെ മുകളിൽ ഈ പീസ് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പെൻസിലെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ലീഫിൻ്റെ ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അധികം ലീഫിന് ഈ ലില്ലി പൂവിൻ്റെ ലീഫ് എന്ന് പറയുന്നത് അധികം വിടുത്തൊന്നും ഇല്ലാത്ത ലീഫാണ്. അപ്പോൾ ചെറിയൊരു ലീഫ് വരച്ചു കൊടുത്താൽ മതി. നീളം ഉണ്ടാവും, പക്ഷേ അതിന് വിടുത്ത് ഇത്തിരി കുറവാണ്. ആൻഡ് ജസ്റ്റ് ഒന്ന് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫ് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ലീഫിൻ്റെ. ആൻഡ് ഗ്രീൻ ടേപ്പ് അടിയിൽ ചുറ്റി കൊടുക്കുക. ഇനി നമ്മളുടെ ബഡിലേക്ക് വരുമ്പം ഇനി ബഡിൽ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബഡിലേക്ക് വരുമ്പോൾ നമ്മളതിൽ പെറ്റൽ ചെയ്ത പോലെ തന്നെ കളർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സെൻറ്റർ പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കുക. സൈഡിലേക്ക് അധികം ഇത് കൊടുക്കണ്ട. അതിന് ശേഷം നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കോട്ടൺ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. 3 സൈഡും ഇതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ട്. ഞാൻ ലീഫ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയ പൂവാണ്. അപ്പോൾ ഇതിങ്ങനെ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് കൊടുക്കാം, മുട്ടും പൂവും കൂടിയിട്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇതെന്ന് പറയുന്നത്, ബഡും ലില്ലി ഫ്ലവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.